ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേരള നവോത്ഥാന നായകന്മാരിൽ ഡോക്ടർ പൽപ്പു എന്നിവരെ കുറിച്ചാണ്. ഡോക്ടർ പൽപ്പു ജനിച്ചത് 1863 നവംബർ 2 അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല നാമം കുട്ടിയപ്പി എന്നാണ്. തിരുവിതാംകൂറിലെ ഈഴവ സ്ഥാപിച്ചത് 1896 ഡോക്ടർ പൽപ്പു എന്നിവരാണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് അദ്ദേഹം തന്നെയാണ്. ശ്രീമൂലം തിരുനാളിനാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. രണ്ടാം ഈഴവ മെമ്മോറിയൽ കേഴ്സൺ പ്രഭുവിന് സമർപ്പിക്കപ്പെട്ടത് 1900 ആണ്. മലയാളി മെമ്മോറിയലിൽ ഡോക്ടർ പൽപ്പുവാണ് മൂന്നാമത്തെ ഒപ്പുവെച്ചത്. അദ്ദേഹമാണ് ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തി. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ പൽപ്പു. അദ്ദേഹത്തിൻ്റെ പുത്രൻ്റെ പേരാണ് നടരാജഗുരു. തിരുവിതാംകോട്ടെ തീയൻ എന്ന ലേഖനം മദ്രാസ് മെയിൽ പത്രത്തിൽ എഴുതിയത് ഡോക്ടർ പൽപ്പുവാണ്. സരോജിനി നായിഡു ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്നാണ്. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസ് എന്നിവരാണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ചതും ഡോക്ടർ പൽപ്പു തന്നെ. 1950 ജനുവരി 25 ഡോക്ടർ പൽപ്പു അന്തരിച്ചത്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.